ഗായ്സ്, ഇപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഇനി ഫുള്ള് വീഡിയോസ് ആയിരിക്കും, കണ്ടൻസ് ആയിരിക്കും. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയാലും അപ്പം ഞാൻ ബീഫ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പം ഇപ്പോൾ പുറത്താണ്, ചെറുതായിട്ട് മഴ ചാറുന്ന പോലെ, അങ്ങനെ പറയാനില്ല, എന്നാലും ഉണ്ട്, തണുപ്പാണ് ഇവിടെ. അപ്പം പുതിയൊരു വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞങ്ങളെല്ലാം വിചാരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഓരോരുത്തർക്കും ഓരോ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീഫാക്കാമെന്ന് വിചാരിച്ചു. ബീഫും നമ്മുടെ മോരുകറി അല്ലേ പറയാം, അത് സാലഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അവർ ചിക്കനും പോർക്കൊക്കെ കൊണ്ടുവരും. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയണത്. ഫുള്ളിനി ക്രിസ്മസിൻ്റെ ഒരു പരിപാടി തന്നെ അങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നോക്കിക്കുക ഇവിടുത്തെ ക്ലൈമറ്റ്, ഈ ക്ലൈമറ്റ് കണ്ട് പുറത്തിറങ്ങാൻ തോന്നില്ല, അതുപോലെ ഒരു വൃത്തിയായിട്ട് ക്ലൈമറ്റാണ്. ഉറങ്ങി മരിക്കും. ഇപ്പം എൻ്റെ ട്രാമ്പ് വന്നു, ഞാനിപ്പം ഇടയ്ക്കയിലോട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇങ്ങോട്ടേക്ക് ഞാൻ കയറി. ഇവിടെയാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊന്നും എനിക്കൊരു ആവശ്യമില്ല, ആവശ്യമുള്ളവർ മേടിക്കുമായിരിക്കും, പക്ഷെ ഞാനൊന്നും മേടിക്കാറേ ഇല്ല. ഞാനിതൊക്കെ ജസ്റ്റ് ഇത് കണ്ടപ്പം വീഡിയോ അങ്ങനെ എടുക്കാം എന്നൊരു സാധനത്തിൽ ഞാൻ വീഡിയോ എടുത്തതാണ്. പക്ഷേ എനിക്കതിനകത്ത് കൊണ്ട് ചീസൊക്കെ കണ്ടു, അതിൻ്റെ ആ ഹോളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഞാൻ മേടിച്ചിട്ടില്ല. പിന്നെ ഞാൻ ബീഫ് മേടിച്ചു കേട്ടോ. ബീഫ് ഞാൻ 1.5 kg മേടിച്ചു. അതിന് തൊട്ടടുത്താണ് ഈ കുപ്പികളൊക്കെ. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ ബോട്ടിൽസ് കിട്ടും. അപ്പം ഈ കുപ്പികളൊക്കെ ചുമ്മാ വീഡിയോ എടുത്തു. പിന്നെ നമുക്ക് തന്നെ സ്കാൻ ചെയ്ത് നമ്മുടെ ഐറ്റംസ് എടുത്ത് പേ ചെയ്ത് പോവാം, പുറത്തോട്ട് പോവാം. അപ്പോൾ ഞാൻ അങ്ങനെ പേ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു മാളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ക്രിസ്മസിൻ്റെ അങ്ങനെ കുറേ ഈ ക്യാപ്സും ഈ തല വെക്കുന്ന സാധനമൊക്കെ ബാൻഡ്സൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറേ എന്തൊക്കെയൊക്കെയോ ഷോപ്പുകൾ വരും. പൈസ കുറവാണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്നാലും അത്യാവശ്യം പൈസയുണ്ട്. അങ്ങനെ ഇവിടെ പൈസ കുറവാണെന്ന് മേടിച്ച് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. പിന്നെ ഇവിടെ കണ്ടു ഫ്ലവേഴ്സ്, ഇവിടെ ഉള്ളതെല്ലാം ഫ്ലവേഴ്സ് എല്ലാം ഇടുന്നതിൻ്റെ കൈ കാണാൻ പോകുമ്പോൾ എനിക്കൊന്ന് വീട്ടിൽ കൊണ്ട് അലങ്കരിക്കാൻ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഞാനാകെ വാലന്റൈൻസ് ഡേക്ക് ഫ്ലവേഴ്സ് കണ്ടിട്ടുള്ളൂ. ഞാൻ ബീഫൊക്കെ മേടിച്ച് തിരിച്ചെത്തി. പക്ഷേ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ബീഫിന് 23 യൂറോ ഈ ഒരു സാധനത്തിന്. എന്താല്ലേ, അത്രയും പൈസയുണ്ട് ബീഫിന്. അപ്പം ഇനി ഈ സാധനം കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് വരട്ടിയൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിന് വലിയ നെയ്യില്ല. ഇതുണ്ടോ, ഭയങ്കര നെയ്യൊന്നും ഇല്ല. ഇതിന് കുഞ്ഞു കഷ്ണാക്കിയിട്ട് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് മോരുകറി വെക്കണം. പിന്നെ ഞാൻ കട്ട്ലറ്റ് ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ കട്ട്ലറ്റ് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കട്ട്ലറ്റ് ആക്കണം. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികളും. അപ്പം ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് ബീഫിലോട്ട് പോവാം. ബീഫ് ഫസ്റ്റ് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വന്നു. ബീഫ് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലോട്ട് തന്നെ ഫസ്റ്റ് അങ്ങ് പോയി. നമുക്ക് ബീഫാണ് നമുക്ക് വേണ്ടത്, ആദ്യം ആക്കാമെന്ന് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ബീഫ് അങ്ങ് കട്ട് ചെയ്തു. പിന്നെ ഇപ്പം ഈ കാണുന്ന ഈ പരാക്രമം എന്ന് പറയുന്നത് ഒരു സാലഡ് ആക്കാൻ വേണ്ടിയാണ്. മുളക് വരെ എങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു കൊടുക്കേണ്ട എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ഒരു സാലഡ് ആക്കുകയാണ്. അപ്പോൾ ഈ സാലഡിന് കുക്കുംബറൊക്കെ വെച്ചിട്ടാക്കാനാണ്. പക്ഷേ ഇതൊന്നും ആരും കഴിച്ചിട്ടില്ല, അതാണ് മെയിൻ കാര്യം. എല്ലാം ഈ സാലഡ് മാത്രമല്ല, ആ സ്റ്റാരും തൊടാണ്ട് മിച്ചം വന്നു, അതാണ് മെയിൻ പോയിന്റ്. പിന്നെ നമ്മളിങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഒരു ബോറടി വരാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ നമ്മുടെ നാട്ടിലത്തെ തൈരല്ലേ, നമ്മുടെ യോഗേട്ടില്ലേ, ആ സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ലാസ്റ്റ് ഇങ്ങനെ നമ്മളെല്ലാം ആക്കി ഇങ്ങനെ മേശയിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണം. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ, ആ സാധനം. പോർക്ക് ഭയങ്കര സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പോർക്കാണ് ഏറ്റവും സൂപ്പർ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ടൊക്കെ എടുത്തു. മോരുകറിയുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്, പോർക്കുണ്ട്. കേക്ക് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡേ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഒരു മധുരം പോലെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പുഷ്പ കണ്ടിങ്ങനെ അത് കണ്ടതിന് ഉറക്കം വന്നില്ലാതെ ഉറങ്ങി. പിന്നെ നമ്മൾ വടയും ചട്നിയിൽ അത് കഴിച്ചു. പിന്നെ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്കാണ്, ഫ്ലോപ്പായി പോയ കേക്ക്. സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവൻ അടിച്ചു പോയി കേക്ക്, ആ ഓവനിനകത്ത് വെച്ച ശേഷം. അങ്ങനെ പിന്നെ ഇങ്ങനെയായി. പക്ഷെ നല്ല ബാറ്ററൊക്കെ ആയിരുന്നു, സെറ്റായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു. ഞാൻ ബാറ്റർ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കില്ല, അപ്പോൾ എനിക്കിഷ്ടമായിരുന്നു. പിന്നെ അത് ഓൾറെഡി സക്സസ് ആയൊരു കേക്കാണ്. ക്യാരറ്റ് കേക്കായിരുന്നു ഞാൻ ആക്കിയത്. നല്ലപോലെ ക്യാരറ്റൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് വെറുതെ വേസ്റ്റായിപ്പോയി. ഗൈസ്, എൻ്റെ ഓവൻ അടിച്ച് പോയിട്ട് നശിച്ചു പോയ എൻ്റെ ക്രിസ്മസ് കേക്ക്. ഇതിനെ പോകുന്നതിനും കൊള്ളില്ല. നോക്ക്, ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോയിട്ട് ഇതുകൊണ്ട് ഇവിടെ ഒന്നും വെന്തിട്ടില്ല, ആ സൈഡ് മാത്രം കരിഞ്ഞു പോയി. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ സക്സസ് ആയതായിരുന്നു ഈ കേക്ക്. എൻ്റെ മറ്റേ ഗ്രില്ലിൽ നിന്ന് ആ സാധനം അടിച്ചു പോയപ്പോൾ ഞാൻ ഓവന് വേണ്ടി വെച്ചു. ഓവൻ എന്നെ ചതിച്ചു.
ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പം ഞാൻ രാവിലെ ഉറങ്ങി എണീറ്റു. ഇന്നിപ്പോൾ 26-ാം തീയതിയായി. അപ്പം ഇന്നായിരിക്കാം വീഡിയോ ഇടുക. അപ്പം ഇന്നലൊന്നും കൺക്ലൂഷൻ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ലാസ്റ്റ് സിനിമ കണ്ട് ടയേർഡായി, എല്ലാവരും രാത്രി പോയി. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി. പിന്നെ എൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആയിരുന്നു. പിന്നെ എനിക്ക് വലിയധികം ഫ്രണ്ട് സർക്കിൾ ഇല്ല. ഉള്ള ഫ്രണ്ട് സർക്കിൾ വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ഒരുമിച്ച് അങ്ങനെ ജസ്റ്റ് ക്രിസ്മസ് അല്ലേ എന്നുള്ളൊരു നാട്ടിലത്തെ എന്തായാലും ആ വൈബ് കിട്ടില്ല. എന്നാലും എല്ലാവരും കൂടെ അങ്ങ് ആഘോഷിച്ചു. എല്ലാവരും ഹാപ്പിയായിട്ട് പോയി. പിന്നെ എന്താ, എൻ്റെ ആകെ ഒരു സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ക്യാരറ്റ് കേക്ക് ആയിരുന്നു. അത് പോയി. അതെനിക്ക് സങ്കടം. ഞാൻ അതൊക്കെ നല്ലപോലെ ക്യാരറ്റൊക്കെ ഇട്ട് ആ ഒരു ടേസ്റ്റൊക്കെ വരാൻ വേണ്ടി ഇട്ടതാണ്. പക്ഷേ ഭാഗ്യത്തിന് ഡേറ്റ്സ് ഇട്ടില്ല. അല്ലെങ്കിൽ ആ ഡേറ്റ്സും കൂടെ പോയ സങ്കടം എനിക്ക് വന്നേനെ. അങ്ങനെ ഇതൊക്കെയാണ് പരിപാടി. ഞാനിപ്പോൾ ഇവിടെ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. എൻ്റെ ബെഡ് ഇവിടെയാണ് ബെഡ് ഇടുന്നത്. പക്ഷേ എൻ്റെ ബെഡ് അതിൽ വലുതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തു താഴോട്ട് നിലത്ത് വലിച്ചിട്ടിട്ട് അങ്ങനെയാണിപ്പോൾ കിടക്കണത്. ഇത് കണ്ടത് ഫംഗസാണ്. ഞാൻ എൻ്റെ മുകളിലത്തെ ഫംഗസൊക്കെ വീടിൻ്റെ കളഞ്ഞു. പക്ഷേ ആ ഫംഗസ് അതിൻ്റെ ആ ഒരു സ്പ്രേ ചെയ്യാൻ ഞാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് അവിടെ ഫംഗസ് കാണുന്നൊരു ഇവിടെ വരുന്ന ഒരു മോൾഡാണ് ഈ വിൻ്ററിൽ വരുന്ന സാധനം. അത് ഞാൻ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇടാൻ മറന്നു ഷോർട്സ്. ഞാൻ പിന്നെ ഇങ്ങനെ എപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട് എല്ലാ വീഡിയോസും അങ്ങനെ എടുക്കുന്ന ഒരാളല്ല ഞാനിപ്പോൾ ഫോൺ യൂസ് ചെയ്യാറേ ഇല്ല. അപ്പം ഈ വീഡിയോസ് ഇപ്പോഴാണ് ഞാൻ പഠിച്ച് വരികയാണ്. പിന്നെ ഇനിയിപ്പം എന്താണ് ഫുൾ വീഡിയോസ് ആയിരിക്കും. ഞാൻ എന്തായാലും സൂപ്പറായിട്ട് എന്താണ് എൻ്റെ ഒരു എനർജിയിൽ ഇങ്ങനെ സംസാരിക്കാൻ ട്രൈ ചെയ്യും. എനിക്ക് എനർജി ഇല്ലയെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ട്രൈ ചെയ്ത് നല്ല സെറ്റാക്കാം. അപ്പോൾ ഇപ്പം ഞാൻ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.